ഹലോ UPSC ആസ്പിരൻസ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും സ്പാർട്ടൻസ് ബൈ സഫാൻ സാർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സഫാൻ സാർ ഞാൻ തന്നെയാണ്. നമ്മളൊരു ചാനലിൽ അങ്ങനെ ഒരു പേര് കൊടുത്തു, ഒരു ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഒരു പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 2025 UPSC പരീക്ഷ ഒരു പക്ഷെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, മില്യൺസ് ഓഫ് നോളജ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വി ആർ ഹാവിങ് 2026 ഫോക്കസ് ചെയ്യുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഓരോ സബ്ജക്റ്റിന്റെയും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എത്രമാത്രം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുമോ ആ രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ഒരു പാർട്ടിസിപ്പേഷൻ, സപ്പോർട്ട് എല്ലാം ആവശ്യമായിട്ടുള്ള ഒരു സീരീസ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. സോ കോൺസെപ്റ്റിലെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ ഇക്കണോമി വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഡേ 1. നമ്മൾ റീസ്റ്റാർട്ട് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ 2026 ഫോക്കസ് ചെയ്യുന്ന ആസ്പിരൻസ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരുപാട് കോൺസെപ്റ്റും കോണ്ടന്റുകളും വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് പ്ലാൻ ഓഫ് ആക്ഷനിലായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ കൂടെ ഉണ്ടാവണം എന്നുള്ള റിക്വസ്റ്റ് നടത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൈവ് ചാറ്റിന്റെ ഓപ്ഷൻ ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം ഒരു ഇന്ററാക്റ്റീവ് ലേണിംഗ് മോഡിലോട്ട് മാറുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്കൊരു ലേണിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം ഇവിടെ. അപ്പൊ നിങ്ങൾ ആ ലേണിംഗ് സിസ്റ്റത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട പില്ലറുകളാണ്. അപ്പൊ ഒരു പില്ലറുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇത് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഫീൽ ഫ്രീ ടു ആസ്ക്. എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് തരാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ടുഡേ ഈസ് ഡേ 1. ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഇക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് മാത്രമല്ല സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി നോട്ടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ നോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ഥിതിക്ക് നിങ്ങൾ അതിൽ ആ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മളുടെ ഒരു ചാപ്റ്റർ 9 പേജുകൾ വരുന്നുണ്ട്, ഈ ഒരു ചാപ്റ്റർ വിത്ത് MCQs ആൻഡ് എവറിത്തിങ്. അപ്പൊ അത് കഴിയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടത്, അത് ആ ഗ്രൂപ്പിൽ ഇട്ട് തരേണ്ടത്. അപ്പൊ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു പുസ്തകം റെഡിയാക്കി വെക്കുക. ഓക്കെ, സിംപ്ലി നമ്മളൊരു ലേണിംഗ് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും ഒരു PCM ലേണിംഗ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ PCM ലേണിംഗും കൂടെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചില കോൺസെപ്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടു പോകേണ്ട ആവശ്യമേ വരത്തുള്ളൂ. അതേസമയത്ത് ചിലത് നമ്മൾ നല്ല ടൈം എടുത്ത് പഠിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റമാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഷാൾ വി സ്റ്റാർട്ട്? റെഡി ആണോ? റെഡി ആണെങ്കിൽ എല്ലാവരും യെസ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ചാറ്റ്. യെസ് എന്ന് കമന്റ് ചെയ്യും. ലൈവ് ചാറ്റിന്റെ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകണം. അങ്ങനെ ഇനിയുള്ള ഓരോ ദിവസവും നമ്മുടെ പ്രിപ്പറേഷനിലോട്ടുള്ള ഏറ്റവും പവർഫുൾ ലേണിംഗിന്റെ ദിവസങ്ങളായി മാറണം. അപ്പൊ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വി ആർ ഹാവിംഗ് ദി സൂപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഇക്കണോമി. അപ്പൊ ഇക്കണോമി പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എക്കണോമി പഠിക്കുന്ന സമയത്ത് ഒരുപാട് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേസമയത്ത് പ്രാക്ടിക്കലി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാക്ടിക്കലി മനസ്സിലാക്കേണ്ടതിനാണ് സിംപ്ലി ഇക്കണോമി എന്ന് വിളിക്കുന്നത്. മറ്റേ ഇക്കണോമിക്സ് ആണ്. ഓക്കെ, എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇക്കണോമി പഠിക്കുമ്പോൾ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ഇന്ത്യൻ ഇക്കണോമി സിൻസ് 1947, അല്ലെങ്കിൽ ഓൺ ദ ഈവ് ഓഫ് 1947. 1947 എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ സിമ്പിൾ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കണം. പ്രീ 1947 നമ്മുടെ ഇക്കണോമി എന്താണ്, ദെൻ 1947 സമയത്ത് എന്താണ്, ദെൻ അതിനുശേഷം എന്താണ്. ഇങ്ങനത്തെ ഒരു ഐഡിയ ആണ് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, ഇതില് ഈ രണ്ട് ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. പോസ്റ്റ് 1947 അത് ഡിഫറെന്റ് തലത്തിൽ ഡെവലപ്പ് ചെയ്ത് 2025 നമ്മൾ നിൽക്കുന്ന ഇന്ത്യൻ ഇക്കണോമി വരെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശേഷമുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് പ്രീ 1947. സിമ്പിൾ ലോജിക്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ.
1947 മുമ്പുണ്ടായിരുന്ന ഒരു എക്കണോമിയെ നമുക്ക് സിംപ്ലി എന്ത് പേരിട്ട് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും? വി ക്യാൻ ഹാവ് ദിസ് വേർഡ് കൊളോണിയൽ എക്കണോമി, അല്ലെ? അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇക്കണോമി എന്ന് പറയുന്ന രൂപത്തിലോട്ട് മാറ്റാം. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൊളോണിയൽ എക്കണോമിയാണ്. എന്താ കൊളോണിയൽ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ രാജ്യം ഭരിച്ചു, അവര് നമ്മൾ കോളനി ആക്കി വെച്ചു. സോ കോളനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് കോളനി എന്ന് പറയാം. ഞാനിവിടെ ജസ്റ്റ് രണ്ട് വാക്കുകൾ എഴുതുന്നു: കോളനി അല്ലെങ്കിൽ കൊളോണിയലിസം വേഴ്സസ് ഇമ്പീരിയലിസം. ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആകുന്നുണ്ടോ, ദർ ഇസ് യുവർ ലേണിംഗ്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് പൊളിറ്റിക്കൽ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ആസ് ദ ബ്രിട്ടീഷ് ഹാഡ് മെയ്ഡ് ഇന്ത്യ ആസ് ദെയർ കോളനി. പക്ഷെ അതേ സമയത്ത് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് ദർ ഈസ് നോ നീഡ് ഓഫ് ഡയറക്റ്റ്, സോ നോ ഡയറക്റ്റ് കൺട്രോൾ റിക്വയർഡ്. മറിച്ച് എന്താ മതി, ശ്രീലങ്ക ചൈനക്ക് 100 കോടി കടം കൊടുത്തിട്ട് ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കണേ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നോ ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നതാണ് ഇമ്പീരിയലിസം. സോ വി ആർ ഡിസ്കസിങ് കൊളോണിയലിസം ബിക്കോസ് ബ്രിട്ടീഷ് മെയ്ഡ് ആസ് ദെയർ കോളനി, അല്ലെ? അപ്പൊ കൊളോണിയൽ എക്കണോമിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഫേവറബിൾ ആകുന്ന രൂപത്തിലോട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആസ് പാർട്ട് ഓഫ് ദാറ്റ് യു ആർ ദിസ് പെർട്ടിക്കുലർ ടേം ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരു തിയറിയെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടാവും. എന്താ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഇക്കണോമിക് വാല്യൂയും അത് ഏറ്റവും കൂടുതൽ അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനാണ്? അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയാണ്. അപ്പൊ അത് ഇവിടെ നിന്ന് അവരെന്ത് ചെയ്യും? അവരുടെ എക്കണോമിക്ക് ഫേവറബിൾ ആകുന്ന രൂപത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് ഡ്രെയിൻ ഓഫ് വെൽത്ത് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഒന്ന് കൊളോണിയൽ എക്കണോമിയാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ദാറ്റ് ഈസ് ഒരു സെമി ഫ്യൂഡൽ എക്കണോമി കൂടി ഉണ്ടായിരുന്നു. വാട്ട് യു മീൻ ബൈ സെമി ഫ്യൂഡൽ എക്കണോമി? Here we are discussing something related to the traditional land practices existed in India. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ലാൻഡ് പ്രാക്ടീസസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം ജന്മിമാര്, കേരളത്തിൽ പറയുകയാണെങ്കിൽ, ബംഗാളിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ജാമീന്ദാർസ് എന്ന് പറയുന്ന ഇടനിലക്കാർ, ഇങ്ങനത്തെ പല ആൾക്കാരുണ്ടായിരുന്ന ഒരു ലാൻഡ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സിസ്റ്റം ഓഫ് ഇക്കണോമിക് പ്രാക്ടീസസ്, ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്ന ഫീച്ചർ കൂടി ഉണ്ടായിരുന്നു സെമി ഫ്യൂഡൽ എന്ന് പറയുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. ഈ സെമി ഫ്യൂഡലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പിൽക്കാലഘട്ടത്തിൽ ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ഇവിടെ എത്തുന്ന സമയത്ത് വി ലേൺ വാട്ട് അബോളിഷ്മെന്റ് ഓഫ് സ്ലൈവ്, ദിസ് ജാമീന്ദാർ സിസ്റ്റം, അത് അബോളിഷ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ ആ രീതിയിൽ ബേസിക്കലി എന്ത് ചെയ്യുക, ഈ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് പ്രീ 1947. നൗ വാട്ട് ഈസ് അറ്റ് 1947? 1947 ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എന്തായിരുന്നു നമ്മളുടെ ഈ ഒരു ഇക്കണോമിയുടെ കേസ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പൊ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്പൊ പ്രീ 1947 നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടെ അഡീഷണലി പറയാറുണ്ട്. ജനറലി എന്താണ് നമ്മുടെ എക്കണോമി ഒരു സ്റ്റാഗ്നന്റ് എക്കണോമി ആയിട്ട് മാറി എന്നുള്ളത്. വാട്ട് യു മീൻ ബൈ സ്റ്റാഗ്നന്റ്? ഒന്ന് ഡെഡ് ആയിട്ട് കിടക്കുന്നത്, വേണ്ട പോലെ വലിയൊരു എക്സ്പോർട്ടോ വലിയൊരു രീതിയിലോ ഉണ്ടായിരുന്നില്ല. പറയാൻ കാരണം, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്ന മുഗൾസിന്റെ കാലഘട്ടമാണ്. മുഗൾസിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 20-25% ഓഫ് ദ ഗ്ലോബൽ GDP അത് ഇന്ത്യയുടെ ഷെയർ ആയിരുന്നു. പക്ഷെ അതൊക്കെ പക്ക കുറഞ്ഞു പോകുന്നുണ്ട് ആഫ്റ്റർ ദിസ് ബ്രിട്ടീഷ് ആൻഡ് ദർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്നാൽ 1947 എന്തായിരുന്നു എന്നുള്ളതാണ് ഡിഫറെന്റ് സെക്ടേഴ്സ് എടുത്തിട്ട് നമ്മളിവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യമാണ് റിഗാർഡിങ് ദിസ് എഗ്രികൾച്ചർ. എഗ്രികൾച്ചർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വരുന്ന ആ ഒരു സമയത്തും അതിന് മുന്നേയും ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്രാക്ടീസ് ആണ്. പക്ഷെ 1947 സമയത്ത് ഇക്കണോമി ഇൻ ദ ഫീൽഡ് ഓഫ് എഗ്രികൾച്ചർ വി കൻ സി ലോ പ്രൊഡക്ടിവിറ്റി. ഒരു ലോ പ്രൊഡക്ടിവിറ്റി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ദ എക്സിസ്റ്റൻസ് ഓഫ് ജാമീന്ദാർ സിസ്റ്റം ആൻഡ് ദ ഫാമിൻസ് വേർ ഓൾസോ ദർ. ലൈക്ക് ദ 1943 ബംഗാൾ ഫാമിൻ, ബംഗാളിൽ ഒരു ഫാമിനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അല്ലെ? ഇതൊക്കെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിക്കും. അപ്പൊ ഇങ്ങനത്തെ ഫാമിനും കാര്യങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം അഗ്രികൾച്ചർ വേണ്ടതുപോലെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഞാൻ നിങ്ങൾക്ക് ഒരു ഗസ് വർക്ക് തരാൻ വേണ്ടി പോവാണ്. യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ലേണിംഗ് സിസ്റ്റത്തിലോട്ട് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരികയാണ്. ക്വസ്റ്റ്യൻ എത്രയാണ്? ഏകദേശം എത്ര പെർസെന്റേജ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ they were fully committed into this field of agriculture? അതായത് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് 1947 ഇൻഡിപെൻഡൻസ് സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കുപേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. അതിൽ ഇന്ത്യയുടെ എത്ര ശതമാനം പോപ്പുലേഷൻ അഗ്രികൾച്ചറുമായിട്ട് ഉണ്ടായിരുന്നു? എത്ര ശതമാനം? ഏകദേശം എത്ര ശതമാനം? നിങ്ങളൊന്ന് ഗസ് വർക്കിലോട്ട് പോ.
ഡു ഇറ്റ് ഗൈസ്, ഗോ ഫോർ എ ബ്യൂട്ടിഫുൾ ഗസ് വർക്ക്. ഒരു നല്ലൊരു ഗസ് വർക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പ്ലീസ് ഡു ഇറ്റ്, പ്ലീസ് ഡു ഇറ്റ്, എവറി വൺ, എവറി വൺ. എല്ലാവരും കമന്റ് ചെയ്യാൻ, കമന്റ് നോക്കുന്നുണ്ട്. യെസ്, പ്ലീസ് പ്ലീസ്. ആ ഡിഫറെന്റ് കമന്റ്സ് ഉണ്ട്. 90%, 50%, 40%, പലതും പറയുന്നുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആ സമയത്ത് ഇന്ത്യയുടെ ഏകദേശം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 340 മില്യൺ ആണ്. 340 മില്യൺ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 34 crore പീപ്പിൾ. 34 കോടി ജനത ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 70 to 75% ഓഫ് ദ പോപ്പുലേഷൻ, അതായത് 3/4% ആൾക്കാരും അഗ്രികൾച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രൊഡക്ടിവിറ്റിയോ ഇറ്റ് വാസ് വെരി ലോ. അതുകൊണ്ടാണ് ഫാമിൻ പോലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് മരിച്ചു പോകുന്നത്. ഈ ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഒന്നാമത് അഗ്രികൾച്ചർ ആണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതേ സമയത്ത് ഇൻഡസ്ട്രിയുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു ആ സമയത്ത്? വി കൻ സി മെനി ബ്രിട്ടീഷ് ഓൺഡ്, മെനി ബ്രിട്ടീഷ് ഓൺഡ്. ബ്രിട്ടീഷുകാർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതേ സമയത്ത് വി കൻ സി സം ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ലൈക്ക് അയേൺ. ഓക്കെ, നിങ്ങൾ ടിസ്കോ പോലുള്ള കമ്പനികൾ കേട്ടിട്ടുണ്ടാവും. ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ ചില കമ്പനികൾ ഇന്ത്യക്കാരുടേത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ പല കമ്പനികൾക്കും ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ ദ ടേം ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ? ഇൻഡസ്ട്രികൾ തകരുക. വൈ? ബിക്കോസ് ഓഫ് ദയർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതിന് ബ്രിട്ടീഷുകാരുടെ ഒരു ഫോഴ്സ്ഫുൾ അറ്റംപ്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ 19ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫോടുകൂടെ ഇൻഡസ്ട്രീസ് തകർന്നു പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രം ചില ഗ്രോത്തുകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഓൺക്ലൈവ് ഗ്രോത്ത് എന്ന രീതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫൈൻ. നൗ കമ്മിങ് ടു ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ റോഡ്, റെയിൽവേ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു ഫോർ കൊളോണിയൽ യൂസ്. റെയിൽവേസ് ഫോർ കൊളോണിയൽ യൂസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആദ്യമായിട്ടുള്ള ഒരു പാസഞ്ചർ ട്രെയിൻ ഫ്രം ബോംബെ ടു താനെ 1853 സമയത്തൊക്കെ പുറപ്പെടുന്നുണ്ടെന്നുള്ളത്. അതൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവരുടെ പർപ്പസിന് വേണ്ടിയാണ്. ആൻഡ് ദേ ആർ ഹാവിംഗ് ഡിഫറെന്റ് പോർട്സ് ഡെവലപ്ഡ് ഫോർ ദർ എക്സ്പോർട്ട് തിങ്സ്. പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത് എക്സ്പോർട്ടിന്റെ മെക്കാനിസത്തിന് വേണ്ടിയാണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ പോലെ തന്നെയാണ്. ഇതിന്റെ സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ പഴയകാല സിനിമ എടുത്ത് നോക്കുക. ജസ്റ്റ് 20 years ago ഉള്ള സിനിമസ് എടുത്ത് നോക്കുക. ഒരു 20 years ago. അപ്പൊ ആ സിനിമയും ഇന്നത്തെ ഗ്രാമങ്ങളുടെ വ്യത്യാസം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പൊ 20 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗ്രാമങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ പോകുന്നതിന് മുമ്പുള്ള 75 വർഷങ്ങൾക്ക് മുന്നേ എന്തായിരുന്നു സംഭവം എന്നാലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത്. Now coming to demography. What do you mean by demography? That is regarding the population, right? പോപ്പുലേഷൻ സ്റ്റഡിയാണ്. അപ്പൊ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, ലിറ്ററസി റേറ്റ് വളരെ വളരെ കുറവാണ്. നിങ്ങളിവിടെ പറഞ്ഞു 70 to 75% ഓഫ് ദ പോപ്പുലേഷൻ ദേ വർ കംപ്ലീറ്റ്ലി ഡ്വാൾഡ് ഇൻ ദിസ് ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, റൈറ്റ്? അതേസമയത്ത് വാട്ട് ഇസ് ദ കേസ് ഓഫ് ലിറ്ററസി? വളരെ ലോ ലിറ്ററസി ആണ്. അറൌണ്ട് 16%. അറൌണ്ട് 16%, അത്രയ്ക്കേ ലിറ്ററസി വരുന്നുള്ളൂ. മോർട്ടാലിറ്റി, ഈ ജനന സമയത്തുണ്ടാകുന്ന മരണങ്ങളുണ്ടല്ലോ, മരിക്കുന്നത്, അതൊക്കെ വളരെ കൂടുതലായിരുന്നു. നിങ്ങൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത് ഇതുകൊണ്ടാണ്. അവിടെ നിന്നാണ് നമ്മളുടെ ഗ്രോത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മോർട്ടാലിറ്റി വളരെ ഹൈ ആയിരുന്നു. ആ ലൈഫ് എക്സ്പെക്ടൻസി, ഇന്ന് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എത്രയാണ് വരുന്നത്? അതായത് ഏകദേശം ഒരാൾ എത്ര വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, സാധ്യതയുണ്ട്, എക്സ്പെക്ടൻസിയാണ് പറയുന്നത്. ഇന്ന് എത്രയുണ്ട്? അന്ന് വളരെ കുറവായിരുന്നുള്ള ഒരു ആരോമാർക്ക് കൂടെ കണ്ടോ? അന്നത്തെ എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് എത്രയുണ്ട് അത് നിങ്ങൾ പറ. പ്ലീസ് ഡു ഇറ്റ് ഗൈസ്, പ്ലീസ് ഡു ഇറ്റ്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്. 70, 75, 65. യാ, വെരി ഗുഡ്. അങ്ങനെ പലതും പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഫൈൻ, ദാറ്റ്സ് ഗുഡ്. ഗുഡ് ഗസ് ആണ്, നല്ലൊരു ഗസ് ആണ്. ഇന്ന് 2022 ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വരുന്നത് 67 years ആണ്. എത്ര? ഒരാള് 67 വയസ്സ് വരെ ശരാശരി ജീവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയോ, അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോണ സമയത്ത് ഒരുപാട് പട്ടിണി പാവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ
അന്ന് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് വെറും 32 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീനിങ് അന്നാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലൈഫ് ഔട്ട് ആകേണ്ട സമയം എപ്പോഴോ, ഏജ് ഔട്ട് ആകേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് ഏകദേശം ആയിട്ട് തുടങ്ങിയിട്ടുണ്ടാകും എന്ന രീതിയിൽ അല്ലെ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കാം. സോ ദിസ് ഈസ് ജനറൽ ഐഡിയ റിഗാർഡിംഗ് അവർ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഒന്നുകൂടെ പറയാം, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഒന്ന് സമ്മറൈസ് ചെയ്യാണ് യൂസിങ് ഡിഫറെന്റ് കളർ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. എഗ്രികൾച്ചറിൽ വളരെ പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു. പക്ഷെ 70-75% ഓഫ് പോപ്പുലേഷൻ അന്ന് 34 കോടി ഉള്ള ജനങ്ങളിൽ അത്രയും പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, എഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഇൻഡസ്ട്രീസ് എല്ലാം തകർന്നുകൊണ്ടിരുന്ന ഒരു ചില ഇൻഡസ്ട്രീസ് മാത്രം ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓക്കെ, ദെൻ റെയിൽവേസും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരുടെ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ഡെമോഗ്രഫി എടുത്തു നോക്കുന്ന സമയത്ത് 16% ഓഫ് ദ പോപ്പുലേഷൻ മാത്രമേ ലിറ്ററേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ലിറ്ററസി ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ലൈഫ് എക്സ്പെക്ടൻസി 32 വയസ്സാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് 67 ആണ് വരുന്നത്. ഇത്രയും ബേസിക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ്, 1947 ഈ ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് നെഹ്റുവിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന നെഹ്റുവിൻ ഗവൺമെന്റ് 1951 മുതൽക്ക് 1965 വരെയുള്ള സമയത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നെഹ്റു എടുക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് പ്ലാൻഡ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്. അവിടെയാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാൻസും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. അപ്പൊ ഇതാണ് അതിന്റെ വൺ ഓഫ് ദി ബേസിക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഫാർ ക്ലിയർ? ക്ലിയർ അല്ലേ ഗൈസ്? സോ ഫാർ ക്ലിയർ അല്ലേ? നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം കേട്ടോ, ഇന്ററാക്ട് ചെയ്യാതിരിക്കരുത്. ദിസ് ഈസ് സംതിങ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇൻ ബിറ്റ്വീൻ ഒരു റിക്വസ്റ്റ് കൂടെ നടത്തട്ടെ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ടേക്ക് 5 സെക്കൻഡ്സ്, ഒരു 5 സെക്കൻഡ്സ് എടുത്തിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ബാക്കി UPSC ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഇത് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് ഗൈസ്. ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പ്ലീസ് ഡു ഇറ്റ്, പ്ലീസ് ഡു ഇറ്റ്. ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അത് റിക്വസ്റ്റ് ആണ്. യെസ്, ഫൈൻ. നിങ്ങൾക്ക് ഇതിലെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നൗ മൂവിങ് ഫോർവേഡ്, സെക്ടോറൽ കോമ്പോസിഷൻ. ഈ ഒരു ടോപ്പിക് കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. 1947 കേസ് നമ്മൾ വൃത്തിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നൗ വി ആർ ഡിസ്കസിംഗ് ദ സെക്ടോറൽ കോമ്പോസിഷൻ ഡ്യൂറിംഗ് 1947 ആൻഡ് കമ്പയറിംഗ് വിത്ത് കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. വി ഹാവ് ഡിഫറെന്റ് സെക്ടേഴ്സ്. വി ഹാവ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടറിനെ നമ്മൾ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ എന്ന് വിളിക്കും അല്ലെ. സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ടെർഷ്യറി സെക്ടർ എന്താണ്, സർവീസ് സെക്ടർ ആണെന്നുള്ളതാണ് ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും ഇന്ത്യൻ എക്കണോമിയുടെ 3 പ്രധാനപ്പെട്ട പില്ലറുകളാണ്. ഇവരാണ് യഥാർത്ഥത്തില് ഇന്ത്യൻ എക്കണോമിക്ക് എത്രമാത്രം ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുന്നെന്ന് നിർണ്ണയിക്കുന്ന ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതിൽ 1947 ആ സമയത്ത് എന്തായിരുന്നു, 2023-24 ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. അപ്പൊ 947 സമയത്ത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കുറച്ചു മുന്നേ, എന്താണ്, അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എത്ര ഉണ്ടായിരുന്നു, 75% ഓഫ് ദ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഏകദേശം GDPക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം അതാണ് ലാർജ് സ്കെയിലിൽ നടക്കുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി. അന്ന് സെക്കൻഡറി സെക്ടർ 15% ഉണ്ടായിരുന്നുള്ളൂ, ടെർഷ്യറി സെക്ടർ 30%. ഇത് കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം. പലപ്പോഴും നിങ്ങൾക്ക് ഇവിടുന്ന് പ്രിലിംസിന് നിങ്ങൾക്ക് അറിയാം പലപ്പോഴും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത്, മെയിൻസിന് അനലിറ്റിക്കൽ ആൻസേഴ്സ് എഴുതണം എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത് കുറച്ച് അനാലിസിസ് ഇവിടെ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാവ് എ കെയർഫുൾ റീഡിങ്. അപ്പൊ 1947 ആണ് നമ്മളുടെ ഒന്നാമത്തെ കേസ് സ്റ്റഡി. അതിൽ GDPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ എന്താണ്, അഗ്രികൾച്ചർ ആണ്, 75% ഓഫ് ദ പോപ്പുലേഷൻ. ദെൻ സെക്കൻഡറി സെക്ടർ, ദെൻ സർവീസ് സെക്ടർ. ഓക്കെ, സെക്കൻഡറി സെക്ടറിൽ 15%, ടെർഷ്യറി സെക്ടറിലുള്ള സർവീസ് സെക്ടർ അന്ന് 30% ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഓർഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യം പ്രൈമറി, ടെർഷ്യറി, പിന്നെ സെക്കൻഡറി, ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1947 ഞാൻ ഇവിടെ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. 1940 GDP ഇൻ 1947 ഫസ്റ്റ് ഏതാണ്,
പ്രൈമറി, പിന്നെ ഏതാണ് ടെർഷ്യറി, പിന്നെ ഏതാണ് സെക്കൻഡറി. ഈ രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നാകും. കാരണം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ചോദിക്കും. പല ആസ്പിറൻസ് ചിലപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അങ്ങനെ തന്നെ പഠിച്ചു വെക്കും. അപ്പൊ അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് അക്യുറസി ബേസ് ചെയ്തിരിക്കുന്ന ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു തവണയെങ്കിലും പ്രിലിംസ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് പെട്ടെന്ന് മനസ്സിലാവും അവർക്കത്. ഓക്കെ. എന്നാൽ അത് നോക്കിക്കേ, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് പറയുന്നത്. ഇവിടെ 55% ഓഫ് GDP പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടാനുള്ള റീസൺ എന്താ? പോപ്പുലേഷൻ ഏകദേശം അത്ര വരുന്നോണ്ടാണ്. എംപ്ലോയ്മെന്റ് ഷെയർ ഉണ്ടോ? ഞാൻ ഇവിടെ 75 ചെയ്തിരിക്കുന്നത്, പക്ഷെ 72%ഓളം പോപ്പുലേഷൻ എംപ്ലോയ്മെന്റ് എവിടെയാണ് വരുന്നത്? ഈ ഒരു ഫീൽഡിലാണ്. സെക്കൻഡറി സെക്ടർ മൂന്നാമത്തെ സ്ഥാനം വരാൻ കാരണം എന്താ? ലെസ് ദാൻ 10% വരുന്നുള്ളൂ. ടെർഷ്യറി സെക്ടറിൽ അന്ന് 18% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് GDP-യിലോട്ട് അത്ര ഷെയർ വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. സോ മൈ പോയിന്റ് ഇസ് വെരി സിമ്പിൾ. ലെറ്റ് മീ സമ്മറൈസ് ദിസ് വൺ. ആർക്കെങ്കിലും ക്ലിയർ അല്ല എങ്കിൽ സമ്മറൈസ് ചെയ്ത് തരാം. 947 സമയത്ത് 70+% പോപ്പുലേഷനും അവര് എംപ്ലോയ്മെന്റ് സ്വീകരിച്ചിടുന്നതാണ് കൃഷിയിലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂട്ട് ചെയ്താരാണ്? പ്രൈമറി സെക്ടറാണ്. 18% വരുന്ന പോപ്പുലേഷൻ എംപ്ലോയ്മെന്റ് സ്വീകരിച്ചിരുന്ന ടെർഷ്യറി സെക്ടറാണ്. 30% ഓഫ് GDP അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. 10% അടുത്ത് സെക്കൻഡറി സെക്ടറിൽ. അതുകൊണ്ട് 15% സെക്കൻഡറി സെക്ടറാണ് GDP-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇതാണ് സമ്മറി. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ എന്നെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്. നിങ്ങൾ ഇങ്ങനത്തെ കമന്റും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ തരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത വീഡിയോ സീരീസുമായിട്ട് ഞാൻ വരുള്ളൂ. ഓക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കൂടുതൽ പഠിച്ചു പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് നൗ, പ്ലീസ് ഡു ഇറ്റ് നൗ, പ്ലീസ് ഡു ഇറ്റ് നൗ. മിസ്സാക്കരുത്. കമന്റ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഓക്കെ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നൗ ലെറ്റ് മീ ഡു സംതിങ്. 2023-24 സമയത്തുള്ള ഒരു എസ്റ്റിമേഷനും കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. 2023-24 സമയത്ത് പോപ്പുലേഷൻ നിങ്ങൾ നോക്കിക്കേ. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറിലുള്ള പ്രൈമറി സെക്ടറിൽ 45% പോപ്പുലേഷനെ വരുന്നുള്ളൂ. നോക്കിക്കേ, 72 ഉള്ളത് 45 കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ GDP കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 18% മാത്രം. GDP 18% മാത്രമാണ് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കേ, പോപ്പുലേഷൻ 18% എംപ്ലോയ്മെന്റിൽ ഉണ്ടായിരുന്നപ്പോ അത് 30% സർവീസ് സെക്ടറിലോട്ട് മാറി. അത് നല്ലതുപോലെ ബൂസ്റ്റപ്പ് ആയിട്ട് ഇന്ന് 55%-ഓളം GDP-യിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എവിടുന്നാണ്? ടെർഷ്യറി സെക്ടറിൽ നിന്നാണ്. പിന്നെ പോപ്പുലേഷൻ 10 25% എംപ്ലോയ്മെന്റ് എവിടെ? ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് വന്നപ്പോൾ ഒരു 27% കോൺട്രിബ്യൂഷൻ GDP-യിലോട്ട് സെക്കൻഡറി സെക്ടർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു സിമ്പിൾ ഇത് തന്നെ നമുക്ക് വരക്കാം. ഇത്രയേ ഉള്ളൂ. 947 ഒരു ബേസ് ഇയർ, ഒരു ഇയർ ആയിട്ട് എടുക്കാം. ദെൻ 2023 എടുക്കാം. ഓക്കെ. GDP എഴുതി വെക്കാം. നമുക്ക് ആദ്യം പോപ്പുലേഷൻ എഴുതാം. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പം. നമുക്ക് സിമ്പിൾ ഇങ്ങനെ എഴുതിയാൽ മതി. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. 947 നമ്മളിവിടെ GDP മാത്രം എടുക്കുന്നത് കേട്ടോ. കാരണം GDP പോപ്പുലേഷനുമായിട്ട് റിലേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അന്ന് നമുക്ക് ഇവിടെ 55% ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എത്രയായി? ഒരു ആരോ മാർക്ക് ഉണ്ടായി. എത്ര? 45% അടുത്ത്. സെക്കൻഡറി സെക്ടർ എത്രയായിരുന്നു അന്ന്? 15%. ഇന്ന് അത് കൂടിയിട്ട് 25%. ദെൻ ടെർഷ്യറി സെക്ടർ എത്രയായിരുന്നു അന്ന് 30 ഇന്ന് എത്രയായി? അത് 55. അപ്പോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എന്ത്? ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന എന്താണ്? ടെർഷ്യറി സെക്ടർ ആണ്. ഓക്കെ, ടെർഷ്യറി സെക്ടർ ആണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇൻഫോർമേഷനും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നൗ എലോങ് വിത്ത് ദാറ്റ്, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കൊടുത്ത സമയത്ത് എംപ്ലോയ്മെന്റ് ഷെയർ ബേസ്ഡ് ഓൺ PLFS എന്ന് കാണാൻ വേണ്ടി പറ്റും. PLFS. വാട്ട് മേ ബി PLFS? ദാറ്റ് ഈസ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ലേബർ ഫോഴ്സിന്റെ ഒരു കണക്കും കാര്യങ്ങളും എടുക്കും. എന്നാലാണ് നമുക്ക് എക്കണോമിയുടെ ഗ്രോത്തും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ദ ടേം യൂസ്ഡ് ആസ്
പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്താണെന്നുള്ളത് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇസ് എ നാഷൻ വൈഡ് എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് സർവേ. എംപ്ലോയ്മെന്റ് മാത്രമല്ല, എത്ര തൊഴിൽ രഹിതരുണ്ട് എന്നുള്ള കാര്യം കൂടി നോക്കുന്നുണ്ട്. ബൈ NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പീരിയോഡിക് ലേബർ സർവേ നടത്തുന്ന ആരാണ്? NSO ആണ്. ഒന്നാമത്തെ ഇൻഫർമേഷൻ. 2017 മുതൽക്കാണ് അത് ആരംഭിക്കുന്നത്. ഇവർ ആനുവൽ ആയിട്ട് പ്ലസ് ക്വാർട്ടർലി ആയിട്ടുള്ള അർബൻ ബേസിസിൽ അവർ എടുക്കാറുണ്ട്. ജനറലി എന്താണ്, ആനുവൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇവര് തയ്യാറാക്കാറുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക. അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ബി മെഷറിംഗ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, എത്ര ലേബർ ആണ് വർക്കിംഗ് സിസ്റ്റത്തിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദെൻ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇവിടെ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. വാട്ട് ഈസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആൻഡ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നുള്ളത്, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? എനിവൺ ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ളൂ. ഒന്ന് ലേബർ ഫോഴ്സ് ആണ്, മറ്റൊന്ന് വർക്ക് ഫോഴ്സ് ആണ്. ഈ ലേബർ ഫോഴ്സ് എന്ന് പറയുന്ന സമയത്തെ സിംപ്ലി സെയിങ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എംപ്ലോയിഡ്, പ്ലസ് ജോലി സീക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലേബർ ഫോഴ്സിൽ വരുന്നവരാ. കാരണം എന്താ? നിങ്ങൾക്ക് ഇന്ത്യൻ നിയമപ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈക്ക് ജോലിക്ക് പോകാൻ പറ്റാവുന്ന ഒരു ഏജ് ആണ് അല്ലെ. ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ എത്രയാണ്? 15 വയസ്സാണ്. 15 വയസ്സ് ആൻഡ് എബവ് നിങ്ങൾക്കുള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾ എംപ്ലോയിഡ് ആണോ? അല്ല. അപ്പൊ എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അതുപോലെ ആക്റ്റീവ്ലി സീക്കിംഗ് ഫോർ എംപ്ലോയ്മെന്റ്, നമ്മൾ സീരിയസ് ആയിട്ട് ജോലി നോക്കുകയാണെന്ന് പറയില്ലേ, അപ്പൊ അങ്ങനത്തെ ആൾക്കാർ വരുന്നതാണ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതേ സമയത്ത് നിലവിൽ വർക്ക് ചെയ്യുന്നവർ മാത്രം, ഓൺലി വർക്കിംഗ്, അങ്ങനത്തെ ആൾക്കാരാണ് വർക്ക് ഫോഴ്സ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ രണ്ട് റിപ്പോർട്ടുകളും ഇവർ നോക്കും. പിന്നെ ജനറലി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്ര മാത്രം ഉണ്ടെന്നുള്ളത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ആൻഡ് ദെൽ ബി പ്രൊവൈഡിംഗ് ഡാറ്റ ഓൺ സെക്ടോറൽ എംപ്ലോയ്മെന്റ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നുള്ള ക്ലാസിഫിക്കേഷൻ തന്നെ കൊടുക്കും. 2022-23 സമയത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ റിപ്പോർട്ടും കാര്യങ്ങളും ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. യു വിൽ ബി ഗെറ്റിംഗ് സം അതർ റിപ്പോർട്ട്സ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻസിന്റെ ഭാഗമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. ഇതാണ് ബേസിക് ഐഡിയ. നമുക്കൊരു ചോദ്യം പ്രാക്ടീസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും വായിക്കുക, എന്നിട്ട് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യുക. പ്ലീസ് ഡു ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഭാഗം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഡെഫിനറ്റ്ലി ഏബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ചു നോക്കിക്കേ, എന്നിട്ട് എല്ലാവരും കമന്റ് ചെയ്യും. ആരും കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ സീരിയസ് ആസ്പിറന്റ് ആണോ? കമന്റ് ഇറ്റ്. സീരിയസ് അല്ലേ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ സീരിയസ് ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം അങ്ങനെ പഠിക്കുള്ളത്. ഓക്കെ, യെസ് പ്ലീസ് കമന്റ് ഇറ്റ് ഗൈസ്, കമന്റ് ഇറ്റ്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ട്, കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കേണ്ടത്. നിങ്ങൾ കമന്റ് ചെയ്യും, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഞാനും വായിക്കുകയാണ്, നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ? പ്രൈമറി സെക്ടർ എംപ്ലോയ്സ് മോർ ദാൻ 40% ഓഫ് ഇന്ത്യസ് വർക്ക് ഫോഴ്സ്. ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിന്റെ 40%ഉം പ്രൈമറി സെക്ടറിൽ നിന്നുള്ള ആൾക്കാരാണ്. സെക്കൻഡറി സെക്ടർ കോൺട്രിബ്യൂട്ട്സ് മോർ ടു GDP ദാൻ സർവീസസ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരി. രണ്ടാമത്തെ എന്താണ്? ഗലത്, തെറ്റാണ് അല്ലെ. കാരണം നമുക്കറിയുന്നത് ടെർഷ്യറി സെക്ടർ ആയിട്ടുള്ള സർവീസ് സെക്ടർ, അതാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇൻഫോയാണ്. പിന്നെ എന്താണ്? ഇപ്പോ സെക്കൻഡറി ആണ്, ദെൻ പ്രൈമറി ആണ്. ഓർമ്മയുണ്ടല്ലോ, 55, 25, 18%. ഈ രീതിയിലാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ ടു GDP വരുന്നത്. ഫൈൻ. 40%, അറൌണ്ട് 45% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ സ്റ്റിൽ ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചർ എന്ന രീതിയിലാണ് വരുന്നത് അല്ലെ. നൗ ഏതാണ് കറക്റ്റ്? 1 ഓൺലി. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഇനി എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് നോക്കിയേക്കണം. അതുകൂടെ നമുക്ക് പറയാം. എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഹൈലൈറ്റുകളാണ്. GDPയിൽ ടെർഷ്യറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, പ്രൈമറി സെക്ടർ ഞാൻ ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് അതിൽ വരുന്നത്. എംപ്ലോയ്മെന്റിൽ പ്രൈമറി ആണ്. എത്രയാ?
45%. ടെർഷറിയിൽ വി ആർ ഹാവിങ് സം കൈൻഡ് ഓഫ് ഇംപ്രൂവ്മെന്റ് അല്ലെ, സെക്കൻഡറിയിലും കുറച്ച് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പോപ്പുലേഷന്റെ കാര്യം, ജസ്റ്റ് മനസ്സിലാക്കിയത് എല്ലാം നമ്പറും പഠിച്ചുകൊണ്ട് ആവശ്യമൊന്നുമില്ല. സോ ഇത് കാണിക്കുന്നത് എന്താണ്? ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഒരു മിസ്മാച്ച് ഉണ്ട് അല്ലെ, എസ്പെഷ്യലി ലോ പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചറിൽ 45% ഓഫ് ദ പോപ്പുലേഷൻ ഉണ്ടെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അറൌണ്ട് 18% മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് സം കൈൻഡ് ഓഫ് മിസ്മാച്ച്. അതിന്റെ അർത്ഥം എന്താ? അഗ്രികൾച്ചറിൽ പ്രൊഡക്ടിവിറ്റി കുറവാണെന്നുള്ളതാണ്. അപ്പൊ പ്രൊഡക്ടിവിറ്റി കുറവായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ട കുറച്ച് ടെർമിനോളജിയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അഗ്രികൾച്ചറിന് ആവശ്യമുള്ളതിനേക്കാൾ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്ടിവിറ്റി എന്താണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പാടഭൂമിയുണ്ട്, കൃഷി പാടഭൂമിയുണ്ട്. ഇവിടെ ജോലി എടുക്കാൻ വേണ്ടി വേണ്ടത് 15 പേരാണ്. പക്ഷെ കൃഷിയുടെ അടിസ്ഥാനത്തിൽ അത് 40 പേരുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? ബാക്കി 25 പേരുടെ ഒരു എക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത് എന്തല്ല, ആക്ച്വലി അതിലോട്ട് ആഡ് ചെയ്യപ്പെടുന്നില്ല, മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആണെന്നുള്ളതാണ്. ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ എവിടെയും കാണുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത് സെക്ടോറൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങൾക്ക് അഗ്രികൾച്ചറിൽ നിന്നും സർവീസ് സെക്ടറിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വയ ദിസ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ളതാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻഫോർമൽ സെക്ടർ എല്ലാ സെക്ടറിലുള്ള ഒന്നാണ്, ഇൻഫോർമൽ ആയിട്ടുള്ള സെക്ടറുകൾ. ഓക്കെ, എസ്പെഷ്യലി അഗ്രികൾച്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് ഇൻഫോർമൽ സെക്ടേഴ്സും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത് നമുക്ക് ഇതിന് ശേഷമുള്ള നമ്മുടെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. വി ആർ ഹാവിംഗ് എന്താണ് പ്രീ 1947, ദെൻ 1947. അതിന്റെ ഒരു അടിസ്ഥാനത്തിലോട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് 1947 ആസ് വെൽ ആസ് ഡിഫറെന്റ് സെക്ടേഴ്സ് ആൻഡ് ദർ റെലവൻസ് ഇൻ ദ എക്കണോമി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടെ നിങ്ങളോട് അറിയിക്കാനുണ്ട്. ഒന്ന്, നിങ്ങൾ വളരെ പ്രധാനമായിട്ടും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനോട് അവസാനിപ്പിക്കുകയാണ്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. മോർ ഇമ്പോർട്ടൻ്റ്ലി, വി ആർ ഹാവിംഗ് വൺ വെരി 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 ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ഫോർ ഓൾ ദ UPSC ആസ്പിറൻസ്. ജൂലൈ 2 മുതൽക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ മാറ്റിയെടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ എൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് സ്റ്റുഡൻസിന് കാണാൻ വേണ്ടി പറ്റും. എന്റെ ക്ലാസ്സിൽ ഇരുന്നവർക്കൊക്കെ മിഡീവലിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വി ആർ ഗോയിങ് ടു ലോഞ്ച് വൺ വെരി ഇമ്പോർട്ടന്റ് പ്രോഗ്രാം ഫോർ UPSC 2026. UPSC 2026 ഫോക്കസ് ചെയ്യുന്ന ആസ്പിറൻസിന് വേണ്ടി നമ്മളൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി തരാണ്. നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണോ, രജിസ്റ്റർ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പൊ 2026 UPSC എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പ്രിലിംസ് ഉണ്ട്, പ്ലസ് മെയിൻസ് ഉണ്ട്. ഇതിന്റെ ഹിസ്റ്ററിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. 2025 തന്നെ 14 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2015 നമുക്ക് ഒരു 10+ അറൌണ്ട് ഇൻ ബിറ്റ്വീൻ ഓഫ് 20 കാണാൻ വേണ്ടി പറ്റും. പ്ലസ് മെയിൻസ് വരുന്നുണ്ട്, ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് രണ്ടും കവറപ്പ് ചെയ്യുന്ന ഒരു കോംപ്രഹെൻസീവ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ് പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ് വരുന്നത്. ജൂലൈ 2 നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ഇതിന് നമ്മൾ ലൈവ് ക്ലാസ്സസ് ആണ്, കംപ്ലീറ്റ്ലി ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സീരിയസ് UPSC ആസ്പിറൻസ് ഉണ്ടോ, യു ക്യാൻ ജോയിൻ നൗ വിത്ത് ഏർലി ബേർഡ് ഓഫർ. 3000 രൂപയാണ് ഇതിന്റെ ഒറിജിനൽ വാല്യൂ എങ്കിൽ ഇപ്പോൾ നമ്മൾ അത് വെറും 1750 റുപ്പീസിന് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണോ, നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ വീഡിയോക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് സെഷനിലും ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടാവും, അതൊന്ന് ഫില്ലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു അവസരം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മിസ് ചെയ്യേണ്ടതില്ല എന്ന് പറയാണ്. ഞാനിത് പറയാൻ കാരണം എന്റെ ക്ലാസ് റൂമിൽ ഇരുന്നവർക്ക് അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ബാക്കി ഇനി ഡെമോൺസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടവരാണെങ്കിൽ അങ്ങനെയും ആഗ്രഹിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ UPSC 2026 ക്ലിയർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആസ്പിറൻസ് ഉണ്ടോ, ഹിസ്റ്ററിക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ ഞാൻ തരുന്നതാണ്. ബാക്കിയുള്ളത് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നമ്മുടെ ഈ ചാനലിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ സപ്പോർട്ടിംഗ് മെക്കാനിസം നമ്മൾ ആരംഭിക്കും. സോ ദിസ് ഈസ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ തിങ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും പോലും നിങ്ങൾ മിസ്സാക്കണ്ട, മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? നിങ്ങളുടെ ഒരു അഭിപ്രായം, വാസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ യു? നമ്മൾ ആദ്യത്തെ ചില സെഷൻസ് ഇങ്ങനെ നമുക്ക് പതിയെ പതിയെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ശേഷം നമുക്ക് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഞാൻ പറഞ്ഞൊരു കാര്യങ്ങളും മിസ്സാക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.